മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അന്തിമ വിസിൽ മുഴങ്ങി. വീണ്ടും ഒരിക്കൽ കൂടി സ്പാനിഷ് ഫുട്ബോളിന്റെ രാജവാഴ്ചയ്ക്ക് അവിടെ തുടക്കമിടുമ്പോൾ അന്ന് ആ മത്സരത്തിൽ അത്രയും നിറഞ്ഞു കളിച്ച കുക്കുറയ ശാന്തനായി. ഒരു ഭാഗത്ത് അശുഭകരമായ അടിപിടി നടക്കുന്നുണ്ട്. പക്ഷേ കുക്കുറയ സ്പെയിനിലെയും അർജന്റീനയിലെയും ഓരോ താരങ്ങളെയും കെട്ടിപ്പിടിച്ചു. ആനന്ദത്തിലും ആശ്വാസത്തിലും പങ്കുകൊണ്ടു. റണ്ണറപ്പായ അർജന്റീന താരങ്ങൾ മെഡൽ സ്വീകരിക്കാൻ പോകുമ്പോൾ എൻസോ ഫെർണാണ്ടസ് അരികിലെത്തി കുക്കുറയെ കെട്ടിപ്പിടിച്ചു. സ്നേഹോഷ്മളമാണ് കുക്കുറയ, കളിമുറ്റത്തും പുറത്തും. ആ മുടി വെട്ടരുത്, മുടി വെട്ടിയാൽ നിന്നെ സ്റ്റേഡിയത്തിൽ കണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. പാട്രിഷ്യ സാസറ്റെ തന്റെ മകനെ ഒരിക്കൽ ഉപദേശിച്ചപ്പോൾ കരുതിയിട്ടുണ്ടാകില്ല അയാൾ പിൽക്കാലത്ത് ലോക ജേതാവാകുമെന്ന്. കരിയറിന്റെ തുടക്കത്തിൽ കളിക്കുമ്പോൾ കണ്ണിന് തടസ്സമാകാതിരിക്കാൻ മുടിവെട്ടാൻ അദ്ദേഹം പലപ്പോഴായി ആലോചിച്ചതാണ്. അപ്പോഴായിരുന്നു മാതാവിന്റെ ഉപദേശം. അമ്മയുടെ വാക്ക് അക്ഷരം പ്രതി ആ മകൻ അനുസരിച്ചു. മുടി മുറിച്ചില്ല. ഒടുവിൽ ലോകമാകെ കുക്കുറയെ വാഴ്ത്തുമ്പോൾ ആ മുടിയാണ് തിളക്കമേറ്റിയത്. കുക്കുറയുടെ ഫുട്ബോൾ ജീവിതത്തിനും കരിയറിലെ മിന്നുന്ന നേട്ടത്തിനും പിന്നിൽ ത്യാഗത്തിന്റെ കഥയുണ്ട്. പക്ഷേ അതിനപ്പുറം കഠിനാധ്വാനിയായ മനുഷ്യന്റെ പോരാട്ട വീര്യവും. അയാൾക്കൊരു ചുവപ്പ് കാർഡ് വാങ്ങിക്കൊടുക്കാൻ സാക്ഷാൽ ലയണൽ മെസ്സി വരെ ശ്രമിക്കുന്ന കാഴ്ച ഫൈനലിടെ ലോകം കണ്ടതാണ്. കുക്കുറയെ എതിർതാരങ്ങൾ എത്രത്തോളം ഭയക്കുന്നു എന്നത് അവിടെ വ്യക്തമായി കാണാം. നമുക്ക് സ്പെയിനിലേക്ക് തന്നെ പോകാം. അവിടെയാണ് കഥയിലെ ട്വിസ്റ്റുകൾ അത്രയും നടക്കുന്നത്. തലസ്ഥാനമായ മഡ്രിഡിൽ ഫുട്ബോൾ ലോകകപ്പിനുള്ള സ്പാനിഷ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ലാറോജക്കാർ വരെ ഞെട്ടി. ഫുട്ബോൾ ഫാക്ടറിയായ റയൽ മാഡ്രിഡിൽ നിന്ന് മരുന്നിന് പോലും ഒരാളില്ല. കോച്ച് ലൂയിസ് ഡെ ലാ ഫ്യൂണ്ടയുടെ നേർക്ക് വിമർശനങ്ങളുടെ കൂരമ്പുകൾ പ്രയോഗിച്ച് സ്പാനിഷ് ഫുട്ബോളിലെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്തെത്തി. റയലിൽ നിന്ന് ഒരാളുമില്ലാത്ത ലോകകപ്പ് ടീമോ? പക്ഷേ ലോകകപ്പ് തുടങ്ങി 4ാം നാൾ സ്പെയിൻ ടീമിൽ നിന്നൊരാൾ റയൽ മാഡ്രിഡിലെത്തി. ചുരുണ്ട മുടിയുള്ള 27-കാരൻ പയ്യൻ, മുൻ ബാഴ്സലോണ താരം, ലാമാസിയ അക്കാദമിയുടെ പുത്രൻ, ഈ ലോകകപ്പിലെ ഹീറോയായവൻ മാർക്ക് കുക്കുറയ സാസറ്റെ എന്ന അത്ഭുത താരം. ലോകകപ്പ് ഫുട്ബോളിന്റെ നീണ്ട കാലത്തിന് വിരാമമായി. മെക്സിക്കോയിലെ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ തുടങ്ങി അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലായിരുന്നു കലാശപ്പോരിന് ഫൈനൽ വിസിൽ മുഴങ്ങിയത്. ഖത്തറിൽ കപ്പുയർത്തിയ മെസ്സി പടയെ തീർത്തും നിഷ്പ്രഭരാക്കി സ്പാനിഷ്കാരുടെ 2ാം വിപ്ലവത്തിന് അവിടെ കൊടിയേറ്റമായിരുന്നു. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിൽ നിന്നുമായി ഫുട്ബോൾ ലോകത്തിന് കിട്ടിയത് ഒരുപിടി മികച്ച താരങ്ങളെയാണ്. 40-കാരനെങ്കിലും ചെറുപ്പത്തിന്റെ പ്രസരിപ്പുള്ള വസീനയും കൗമാരക്കുതിപ്പിന്റെ പൗ കുബാർസിയും ലെമീനിയമാലും വരവറിയിച്ചു കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പ്. സ്പാനിഷുകാരിലേക്ക് തന്നെ നമുക്ക് മടങ്ങാം. അവിടെ ഇപ്പോഴും ആഘോഷം തീർന്നിട്ടില്ല. തലസ്ഥാന നഗരിയിൽ ചുവപ്പണിഞ്ഞ് വസന്തകാലം കാലാതീതമായി പരന്നൊഴുകുകയാണ്. ആദ്യ മത്സരം മുതൽ ഒടുവിൽ കലാശപ്പോരിൽ വരെ മനം കവർന്ന ഒരാളുണ്ട് അവിടെ, മാർക്ക് കുക്കുറയ. 5 അടി 9 ഇഞ്ച് പൊക്കമുള്ള ചുരുണ്ട മുടിക്കാരനായ ഒരു മനുഷ്യൻ. പ്രായം 28 പിന്നിട്ട യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള ഒരാൾ. ലോകകപ്പിന് ശേഷം സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങുമ്പോൾ കുക്കുറയ കിരീടം കവറിലാക്കി പോകുന്നത് കണ്ടപ്പോൾ പലരും ചോദിച്ചത് ഇതാണ്: ഇത് കപ്പല്ലേ? കപ്പയല്ലല്ലോ എന്നാണ്. കളിക്കളത്തിലും പുറത്തും ചിരിച്ചും സൗഹൃദം പങ്കിട്ടും കളിക്കുന്ന ഒരാളാണ് അയാൾ, സ്പാനിഷുകാരുടെ ഇഷ്ടത്തോഴനും. ജൂൺ 15-നാണ് മാർക്ക് കുക്കുറയുമായി റയൽ മാഡ്രിഡ് ധാരണയിലെത്തിയത്. അഥവാ ലോകകപ്പ് തിളങ്ങി അല്പനാളുകൾക്ക് ശേഷം ഒരു വേനൽക്കാല ട്രാൻസ്ഫറിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ചെൽസിയിൽ നിന്ന് അയാൾ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അതും വിഖ്യാതമായ സാന്തിയാഗോ ബെർണബുവിലേക്ക്. ഐബീരിയൻ കടലോരത്തെ അലയ നഗരമാണ് കുക്കുറയുടെ ജന്മനാട്. അവിടെ നിന്ന് മഡ്രിഡിലേക്കുള്ള ദൂരം 637 കിലോമീറ്ററാണ്, അഥവാ 6.5 മണിക്കൂറിന്റെ ദൂരം. ഒരിക്കൽ ബാഴ്സലോണയിലും പിന്നെ ഗെറ്റഫയിലും കളിച്ച കുക്കുറയ വീണ്ടും ഫുട്ബോളിന്റെ മനോഹാരിതമുറ്റിയ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. 6 വർഷത്തെ കരാറിലാണ് 28-കാരനായ കുക്കുറയ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയത്. അതായത് 2032 ജൂൺ 30 വരെ ഇനി മഡ്രിഡായിരിക്കും കുക്കുറയുടെ താവളം. 60 മില്യൺ യൂറോയാണ് ട്രാൻസ്ഫർ തുക. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏകദേശം 660 കോടി രൂപയുടെ കൈമാറ്റമാണ് നടന്നത്. റയൽ മാഡ്രിഡ് പരിശീലകനായി തിരിച്ചെത്തിയ ഹോസെ മൗറിനിയുടെ ആദ്യ സൈനികകളിൽ ഒന്നാണ് ഇത്. റയലിലേക്ക് തിരിച്ചെത്തിയ മൗറിനിക്ക് വലിയ ലക്ഷ്യമുണ്ട്. അതിലേക്കുള്ള പ്രധാന കണ്ടെത്തലാണ് കുക്കുറയെന്ന് നിസ്സംശയം പറയാം. ബാഴ്സലോണയുടെ ലാമാസിയ അക്കാദമിയിലൂടെ വളർന്ന കുക്കുറയ ഗെറ്റാഫെ, ബ്രൈറ്റൺ എന്നീ ക്ലബ്ബുകളിൽ കളിച്ച ശേഷമാണ് 2022-ൽ ചെൽസിയിലേക്ക് എത്തുന്നത്.
ചെൽസിക്കൊപ്പം കോൺഫറൻസ് ലീഗ്, ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടങ്ങൾ നേടിയ താരം ചെൽസിയുടെ മാനേജ്മെന്റ് തീരുമാനങ്ങളിൽ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇതോടെ കുക്കുറയെ സ്വന്തമാക്കാൻ പല പ്രമുഖ ക്ലബ്ബുകളും പിന്നാലെ വന്നു. പക്ഷേ തിരഞ്ഞെടുത്തത് റയൽ മാഡ്രിഡാണ്. 2012 മുതൽ ലാമാസിയയുടെ ഭാഗമായി താരം 2018ഓടെ ബാഴ്സലോണയുടെ ബി ടീമിന്റെ ഒപ്പമാണ് കളിച്ചു മുന്നേറിയത്. അവിടെ 50ഓളം മത്സരങ്ങൾ കളിച്ചെങ്കിലും സീനിയർ ടീമിൽ പക്ഷേ തീർത്തും നിരാശയായിരുന്നു ഫലം. ഒരിക്കൽ പകരക്കാരനായി ഇറങ്ങി എന്നതൊഴിച്ചാൽ ബാഴ്സലോണയെ കരിയർ കാര്യമായൊന്നും അവശേഷിപ്പിച്ചിട്ടില്ല. അവസരങ്ങൾ തേടിയുള്ള അലച്ചിലായിരുന്നു പിന്നീട്. സ്പാനിഷ് ക്ലബ്ബ് ഐവറിലും പിന്നീട് ഗെറ്റാഫയിലും പന്ത് തട്ടിയത് ലോകം കണ്ടു. ലാലിഗയിലെ മികച്ച പ്രകടനം ഫുട്ബോളിന്റെ നെറുകിലേക്കുള്ള യാത്രയ്ക്ക് നിദാനമായി. ബാഴ്സലോണയിൽ നിന്ന് ഗെറ്റാഫയിലേക്കും ശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബ്രൈറ്റണിലേക്കും ചുവടുമാറിയതോടെ കുക്കുറയുടെ തലവര തെളിഞ്ഞു. ബ്രൈറ്റണിലെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു. 2021-22 സീസണിലായിരുന്നു അത്. ആദ്യ സീസണിൽ തന്നെ പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം നേടി പ്രീമിയർ ലീഗിലെ മികച്ച ലെഫ്റ്റ് ബാക്കുകളിൽ ഒരാളായി കുക്കുറയെ മാറിയത് ചരിത്രമാണ്. ബ്രൈറ്റണിലെ മികവ് കുക്കുറയെ ഭാവിയെ നിർണ്ണയിക്കുന്നതായിരുന്നു. 2022 ഓഗസ്റ്റിൽ 60 മില്യണിലധികം പൗണ്ട് ചെലവഴിച്ച് പ്രീമിയർ ലീഗിലെ വമ്പന്മാരായ ചെൽസി സ്പെയിനിലെ ചുരുണ്ട മുടിക്കാരനെ സ്വന്തമാക്കി. ചെൽസിയിൽ പക്ഷേ ക്ലച്ച് പിടിച്ചില്ല. തുടക്കത്തിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും പതിയെ കുക്കുറയ കളം പിടിച്ചു. പ്രതിരോധക്കാരനായും ആക്രമണത്തിലും ഒരുപോലെ തിളങ്ങിയ താരമായിരുന്നു കുക്കുറയ. ബാഴ്സലോണ ടീമിലിരിക്കെ കോപ്പ ഡെൽ റേ കപ്പ് നേടിയത് മാത്രമായിരുന്നു കുക്കുറയുടെ നേട്ടമെങ്കിൽ ചെൽസി അദ്ദേഹത്തെ കിരീടങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചു. യുവേഫ കോൺഫറൻസ് ലീഗും ഫിഫ ക്ലബ് ലോകകപ്പും FA കപ്പിലെ റണ്ണറപ്പുമായി കുക്കുറയ പേരെടുത്തു. ഇക്കാലത്തിനിടെ സ്പെയിനൊപ്പം യൂറോ കപ്പും നേഷൻസ് ലീഗിലെ റണ്ണറപ്പും ഇപ്പോൾ ലോക കിരീടവും അദ്ദേഹത്തിൻ്റെ കൂടി മികവിലാണ് സ്പാനിഷുകാർ തൂക്കിയത്. 4-ാം വയസ്സിൽ ജന്മനാട്ടിലെ പ്രാദേശിക ഫുട്സാൽ കോർട്ടുകളുടെ പന്ത് തട്ടി തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ സ്കില്ലുകളെ മെച്ചപ്പെടുത്തി. കുക്കുറയ്ക്ക് 8 വയസ്സുള്ളപ്പോഴാണ് പിതാവിൻ്റെ ഷോറൂമിൽ കാർ വാങ്ങാൻ വന്ന ഒരാളാണ് എസ്പാനിയോളിൻ്റെ യൂത്ത് ട്രയൽസിലേക്ക് നിർദ്ദേശിച്ചത്. അവിടെയാണ് സ്പെയിൻ്റെ ലോക ജേതാവ് പിറക്കുന്നതും. നീണ്ട സ്വർണ്ണനാരുകളുള്ള ചുരുളൻമുടി പറത്തി ഗ്രൗണ്ടിൽ എവിടെ നോക്കിയാലും കാണാമായിരുന്നു കുക്കുറയെ. ആ ഹെയർ സ്റ്റൈലാണ് കുക്കുറയെ വേറിട്ട് നിർത്തിയതും. ഒരു കാലത്ത് പുയോൾ സ്പാനിഷ് നിരയിൽ കാണിച്ച സ്റ്റൈൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് കുക്കുറയാണ്. 2022 ടോട്ടൻഹാമിനെതിരെയുള്ള മത്സരത്തിനിടെ പ്രതിരോധ താരം ക്രിസ്ത്യൻ റൊമേറോ കുക്കുറയുടെ മുടിയിൽ പിടിച്ച് വലിച്ചു വീഴ്ത്തിയത് വിവാദമായിരുന്നു. എന്നിട്ടും മുടി മുറിക്കാൻ കുക്കുറയ കൂട്ടാക്കിയിരുന്നില്ല. അമ്മയുടെ നിർദ്ദേശം പാലിച്ച് കുക്കുറയ കളിക്കളത്തിൽ നേട്ടങ്ങൾ കൊയ്യുകയാണ് ഇപ്പോൾ. കുക്കുറയുടെ കുടുംബജീവിതവും അടയാളപ്പെടുത്തിയ ഒന്നാണ്. ആമസോൺ പ്രൈമിൻ്റെ സീരീസുകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ലോകമറിഞ്ഞത്. കുക്കുറയും പങ്കാളി ക്ലോഡിയയും തങ്ങളുടെ ആദ്യ മകനായ മാറ്റിയുടെ ഓട്ടിസം രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് ഫുട്ബോൾ പ്രേമികളുടെ നോവായി മാറി. താരത്തിളക്കത്തിൻ്റെ തിരക്കുകൾക്കിടയിലും മകനെ വളർത്താൻ ഇരുവരും നേരിടുന്ന വെല്ലുവിളികൾ കാണുന്നവരുടെ കണ്ണു നനയിച്ചു. പക്ഷേ കളിക്കളത്തിലും ജീവിതത്തിലും തോൽക്കാൻ മനസ്സില്ലാത്ത കുക്കുറയ പോരാടുകയാണ്. അതിൻ്റെ ഫലമാണ് ലോകകപ്പിൽ കണ്ടതും. റയലിൽ അത്ഭുതം തീർക്കുന്നവരാകും കുക്കുറയെന്ന് ഉറപ്പാണ്. അക്കാര്യത്തിൽ എന്താണ് ഗ്യാരണ്ടി എന്ന് ചോദിച്ചാൽ സ്പെയിൻ്റെ ലോകകപ്പ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മത്സരങ്ങൾ കാണിച്ചു കൊടുക്കുക. ഫൈനലിലെ പോരാട്ട വീര്യത്തിലുണ്ട് കുക്കുറയെന്ന വന്മതിലും ആക്രമണകാരിയും. ഒടുവിലെ വിസിലിനു ശേഷം കിരീടധാരണം ഉറപ്പായപ്പോൾ ആനന്ദവും ആശ്വാസവും പകർന്ന മനുഷ്യനെ എങ്ങനെ മറക്കാനാണ്? ഹോസെ മൗറീഞ്ഞോയ്ക്ക് തെറ്റിയിട്ടില്ല. പ്രതിരോധത്തിന് ഊന്നൽ നൽകുന്ന കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഗോളടിക്കുന്ന മൗറീഞ്ഞോയുടെ തന്ത്രങ്ങളിൽ അയാൾ നിർണായക ശക്തിയാകും. റയൽ മാഡ്രിഡിലേക്ക് അയാളെത്തുന്നത് ലോക ചാമ്പ്യനായാണ്. അതിനൽപ്പം മധുരവുമേറും.